ഈ 20 മണിക്കൂർ പഠിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കല്ലേ. നിന്നെ പോലെ വീട്ടമ്മമാർ പഠിക്കുന്നില്ലേ, അവരെങ്ങനെ ചെയ്യുന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ സമയം മാക്സിമം നീ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞാനും അതിനോട് ഓട്ടോമാറ്റിക്കലി റെഡി ആയി വന്നു. പിന്നെ നമ്മളെ ഡെയിലി എക്സാം, അതിന് എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്ലാറ്റ്ഫോമിലും നമ്മളെ ഡെയിലി എക്സാമിനെ കടത്തി വെട്ടാൻ പറ്റുന്ന ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്ര കയറിയിട്ടുള്ള എക്സാംസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അജാസ് സാറിന്റെ ഒരു പിന്തുണ. അത് നമുക്ക് അത്രയും വാക്കുകളിലൊന്നും ഒതുങ്ങാത്തൊരു സപ്പോർട്ടാണ് ത്രൂ ഔട്ട്. എന്താ പറയാ, അത്രയും മോട്ടിവേഷൻ നമുക്ക് വേറെ എവിടുന്ന് കിട്ടാനില്ല. പിന്നെ ഡെയിലി എക്സാം ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് നമ്മളെ പൊസിഷൻ നോക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതിന് നമുക്ക് മാർക്ക് കൂടുന്നു, നമ്മളെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും തീർക്കണം. അതൊരു സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് എടുത്തു. കമ്പൈൻഡ് സ്റ്റഡി പ്ലാറ്റ്ഫോം എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. കാരണം ടൈം നമ്മൾ ഏത് സമയം 24 hour ഓപ്പൺ ആണല്ലോ. ഏത് സമയം തുറന്നാലും ആരെങ്കിലും ആയിട്ട് വായിക്കുന്നുണ്ടാവും. ഇംപെറ്റസ് ഫാമിലിയിൽ നിന്നും കണ്ണൂർ ജില്ലാ LDC റാങ്ക് ലിസ്റ്റിൽ 48ാമത്തെ റാങ്ക് കൈവരിക്കുകയും വരും ദിവസം പിന്നാക്ക വികസന വകുപ്പിൽ ജോയിൻ ചെയ്യാനിരിക്കുന്ന ശ്യാമിലിയാണ് നമ്മളുടെ കൂടെ ഇന്നുള്ളത്. വെൽക്കം ടു ഇംപെറ്റസ് ഫാമിലി അഗെയിൻ. അപ്പോൾ നമുക്ക് ശ്യാമിലിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അനിയന്റെ ഭാര്യ. ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ്, അനിയൻ, അവരുടെ ഭാര്യ, അമ്മ, പിന്നെ ഞങ്ങള് മോൻ. ഹസ്ബൻഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു പൂനെയില്. ഞങ്ങൾ പൂനെയിലായിരുന്നു താമസം. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മോനെ ഇവിടെ ഇപ്പൊ ഈ ജൂൺ മാസം മോനെ 1ാം ക്ലാസ്സിൽ നാട്ടിൽ ചേർത്തു. ഈ വർഷം 48 റാങ്ക് ആയതുകൊണ്ട് ഈ അടുത്ത് ജോലി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ നാട്ടിലേക്ക് സെറ്റിൽ ആവുമായിരുന്നു. പൂനെയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇംബിറ്റസിൽ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടുണ്ടായത്. LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഇംബിറ്റസിൽ എത്തിച്ചേരുന്നത് ലാസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ചിലായിരുന്നു ഞാൻ ആദ്യം ഇംബിറ്റസിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായത്. ആ സമയത്ത് മോൻ കുറച്ച് ചെറുതായിരുന്നു, 2.5-3 വയസ്സായിട്ടുണ്ടായില്ല. അപ്പോൾ കൃത്യമായി ക്ലാസ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ റെക്കോർഡഡ് ക്ലാസ് ഞാനിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും മറ്റുമൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിന്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട് എനിക്ക് മറ്റാരും പറഞ്ഞു തരേണ്ടി വന്നില്ല. ഞാൻ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ക്ലാസ് ഇതേപോലെ ഫ്രീ ടൈം ഉള്ള സമയത്ത് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. മോന്റെ സമയം കൂടെ നോക്കി, ചെറിയ കുട്ടിയാണല്ലോ, കൂടുതൽ സമയം അവന്റെ കൂടെ ചെലവഴിക്കേണ്ടതുകൊണ്ട് ലൈവ് ക്ലാസ്സുകളൊന്നും കൂടുതൽ ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും പറ്റാറില്ല. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ തന്നെയാണ് കൂടുതൽ കേട്ടോണ്ടിരുന്നത്. എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഹെഡ്സെറ്റ് വെച്ചും മറ്റുമൊക്കെ ക്ലാസ് കേട്ടോണ്ടിരിക്കുമായിരുന്നു. ആ സമയത്തെ ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള അധ്യാപകരല്ല, മുന്നേ ഉണ്ടായ അധ്യാപകര്, അവര് കുറെ പേരും ജോലി കിട്ടി പോയവരാണ്. പക്ഷെ അവരെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഇന്നും അവരെ ആ ശബ്ദത്തിലൂടെ മാത്രമേ ഞാൻ എല്ലാവരെയും അറിഞ്ഞിട്ടുള്ളൂ. ആ ശബ്ദം ഇപ്പോഴും, ചില ഫാക്റ്റുകൾ അവരുടെ ശബ്ദത്തിലൂടെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ചില എക്സാമുകൾക്ക് പോയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ അവരുടെ ശബ്ദത്തിലൂടെ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടപ്പോൾ പിന്നെ LDCന്റെ ബാച്ച് തുടങ്ങുമ്പോൾ, ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ബാച്ച് പിന്നെയും വരുന്നത് കണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ മാറാം. അങ്ങനെ നിതിഷ മിസ്സിന്റെ അടുത്ത് സംസാരിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ചിൽ തുടങ്ങുമ്പോഴേ ഇത് തന്നെ അവസ്ഥ. മോന്റെ കൂടെ കൂടുതൽ സമയം വേണ്ടതുകൊണ്ട് റെഗുലറായി ഫോളോ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ പറ്റുന്ന സമയത്ത് കുട്ടി ഉറങ്ങുമ്പോഴും മറ്റുമെല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് റാങ്ക് ലിസ്റ്റിനോട് അടുത്ത ഒരു മാർക്ക് കിട്ടിയില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ പാടെ എനിക്ക് മനസ്സിലായി എന്തായാലും നല്ലൊരു ട്രാക്കിലാണ് പോകുന്നത്. അതുവരെ ഞാൻ വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എക്സാമിന് നാട്ടിൽ വരും, എക്സാം എഴുതും, ഇതുവരെ ജയിച്ചില്ല, എല്ലാം തോൽവിയായിരുന്നു. പക്ഷെ എൻ്റെ പേഴ്സണൽ മിസ്റ്റേക്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, ഞാൻ PG കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാവുന്ന ഒരു മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് പോരായ്മ എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിലായി മലയാളത്തിൽ മാർക്ക് കൂടണം. സ്ഥിരമായി വരുന്ന, അതായത് സിലബസ് അറിഞ്ഞ് അതിൽ വരാവുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് റിവൈസ് ചെയ്താൽ മാത്രമേ, വായിക്കുന്നുണ്ട്, എക്സാമിന് പോയാൽ നമുക്ക് ആൻസർ കിട്ടൂലല്ലോ. അപ്പൊ റിവിഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ചിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ട് ഇവിടെ, ഒരു കൃത്യമായ സ്റ്റൈലിലൂടെയാണ് നമ്മൾ പോകുന്നത്.
അപ്പോൾ അതും ഫെയിലായപ്പോൾ പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ബാച്ച് ചേർന്നു. അത് ഫൗണ്ടേഷൻ ബാച്ചിൽ ഉഴപ്പിയപ്പോഴത്തേക്ക് നിതിഷ മിസ് പൊക്കി. മിസ് പറഞ്ഞു ഇത് പറ്റൂല, ഉഴപ്പുന്നാണെങ്കിൽ ഇവിടെ പഠിക്കാൻ പറ്റൂല. അപ്പൊ എനിക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ ബാച്ചിൽ ഒരു 60 ദിവസത്തിന്റെ ടൈം ടേബിൾ കഴിഞ്ഞു പോയായിരുന്നു. ശരിക്കും അത്രയും വിലയുള്ള, അത്രയും മൂല്യം ഞാൻ കൽപ്പിക്കുന്ന ഒരു ടൈം ടേബിൾസ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഉള്ള ടൈം ടേബിൾ, അത് 60 ദിവസം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം അത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. ഞാൻ ഈ ഇത്രയും ത്രൂ ഔട്ട് എക്സാം എഴുതിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് മുഴുവൻ ഞാൻ പഠിച്ചതാണെങ്കിൽ ഷുവർ ആയിട്ടും എനിക്ക് ഒരു റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ ടൈം ടേബിൾ അങ്ങ് കടന്നുപോയി. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, മിസ്സേ എനിക്ക് ഒരു അവസരം കൂടെ വേണം, ഒരു ബാച്ചും കൂടെ ഉണ്ടോ, വീണ്ടും ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ മിസ് പറഞ്ഞു ഓക്കെ, ഒരു പുതിയ ബാച്ച് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ നിതിഷ മിസ് ആണ് ഒരു ബാച്ചിൽ ഉഴപ്പിയെടുത്തെന്ന്. എന്തായാലും മിസ് എന്താ പറയാ, ഒരു പ്രായം കൊണ്ട് മിസ് എന്നെക്കാളും ചെറുതാണ്, പക്ഷെ ഭയങ്കര ഷാർപ്പായിട്ട് നമ്മളോടൊരു ഒരു മുതിർന്ന അധ്യാപിക നമ്മളോട് പറയില്ലേ ഇങ്ങനെ, പറ്റില്ല, ഇത് പറ്റില്ല, ഉഴപ്പാൻ പറ്റില്ല, അടുത്തൊരു ബാച്ചിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ SCRT വന്നു. അപ്പൊ SCRT വരുമ്പോൾ നമ്മളെ മടിയിലുണ്ടത്രേ. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ അതിങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ചു. ആദ്യം ഒന്നും നമുക്ക് ഡെയിലി എക്സാം ഉണ്ടല്ലോ, അപ്പൊ ഡെയിലി എക്സാമിൽ ഞാൻ കട്ട് ഓഫ് കടക്കില്ല, കട്ട് ഓഫ് കടക്കൂല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇമ്പോസിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. മെന്റർ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിന് മെന്റർ ഉണ്ട്, അവർ നമ്മൾ ഇമ്പോസിഷൻ എഴുതിയിട്ട് കാണിക്കാൻ പറയും. അപ്പോ ഏകദേശം ഇനി അടുത്ത ഒരു LDC നമുക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു ആഗ്രഹം അത് തീവ്രമായിട്ട് മനസ്സിൽ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവർ പറയുന്ന പോലെ ഇമ്പോസിഷൻ ഒക്കെ എഴുതാം. അപ്പോൾ കുട്ടി പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കാൻ തുടങ്ങി. അവൻ പ്ലേ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ ചോറും കറിയും വെക്കുക എന്നുള്ളതല്ലല്ലോ കാര്യം, നമുക്ക് വേഗം ഇതിൽ എന്തെങ്കിലും ചെയ്യണം, കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ അവൻ പോയ സമയത്ത് കൃത്യമായി ഇമ്പോസിഷൻ എഴുതും. അവിടെയായിരുന്നു തുടക്കം. ഇമ്പോസിഷനിലായിരുന്നു. അവിടെ അതിലേക്ക് വരുന്നില്ല. അപ്പൊ ആ ഇമ്പോസിഷൻ ഞാൻ ഡെയിലി എഴുതും, എന്റെ ഗ്രൂപ്പ് മെന്ററിന് അയച്ചു കൊടുക്കും. പിന്നെ പിന്നെ എനിക്ക് ഇമ്പോസിഷൻ എഴുതിയാലേ ഞാനിത് പഠിക്കുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി വന്നു. അപ്പൊ കുറച്ച് ഓരോ ദിവസം കഴിയുന്നതിനെ മാർക്ക് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. അപ്പൊ നമുക്കും ഒരു ആവശ്യം വരുമല്ലോ, നമ്മൾ ബെറ്റർ ആവുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇത് വന്നു. അപ്പൊ ഞാൻ കട്ട് ഓഫ് കടന്നപ്പോൾ ഞാൻ നിതിഷ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ ഞാൻ ബെറ്റർ ആവാൻ തുടങ്ങി, എനിക്ക് കട്ട് ഓഫ് ഒക്കെ കടക്കാൻ തുടങ്ങി, മാർക്ക് കൂടുന്നുണ്ട്. അപ്പൊ പിന്നെ പിന്നെ പതുക്കെ പതുക്കെ നമ്മളെ ടൈം ടേബിൾ വലുതാവാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും, അതായത് ഞാൻ സ്വന്തം പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പറ്റാത്തതും അതായിരുന്നു. ഡെയിലി മാത്സ് ചെയ്യില്ല, മലയാളം ഇൻക്ലൂഡ് ചെയ്യില്ല, ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്യില്ല, കറണ്ട് അഫെയർ. അതിന് നമ്മളെ ഫാമിലിയിൽ ഒരു വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ നമുക്ക് കറണ്ട് അഫെയറിന്. അതായത് നമ്മളെ ഫാമിലിയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും അനലൈസ് ചെയ്യും ഫസ്റ്റ്. ആ ഓരോ എക്സാമിലും ക്വസ്റ്റ്യൻസ് എവിടുന്ന് വരുന്നു, അത് ഏത് രീതിയിൽ ചോദിക്കുന്നു, അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി നമ്മളെ സിലബസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം അനലൈസ് ചെയ്ത് ഓരോ എക്സാം നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെയുള്ള ടൈം ടേബിൾസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ എക്സാം അതിൻ്റെ ഇടയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നു. അപ്പോൾ LDCക്ക് മുന്നേ വരുന്ന എക്സാമുകളിൽ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഫ്രീക്വന്റ് ആയിട്ട് ഡെയിലി പഠിച്ചു വരാൻ തുടങ്ങിയല്ലോ. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ നമ്മളെ ഡെയിലി എക്സാം, അതിന് എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്ലാറ്റ്ഫോമിലും നമ്മളെ ഡെയിലി എക്സാമിനെ കടത്തി വെട്ടാൻ പറ്റുന്ന ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്ര കയറിയിട്ടുള്ള എക്സാംസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു SCRT ചാപ്റ്റർ വായിക്കുമ്പോൾ എവിടെ ശ്രദ്ധിച്ച് വായിക്കണം, എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ക്ലിയർ ചെയ്യാം, എത്രയൊക്കെ ശ്രദ്ധിച്ച് ഓരോ പോയിന്റ്സും കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡെയിലി എക്സാമിന്റെ പ്രാക്ടീസ് കൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ SCRT മാക്സിമം ചെയ്തു വന്നു. അപ്പോൾ NCRT വരാൻ തുടങ്ങി. പിന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിഗ്രി ലെവൽ അടക്കം NCRT ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ടൈം ടേബിളിൽ NCRT ചാപ്റ്റർ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നി, അയ്യോ ഇത് കുറച്ച് കൂടുതലാണല്ലോ, ഇവനെയും വെച്ച് എനിക്കിത് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എന്നിട്ട് നിതിഷ മിസ്സിന്റെ അടുത്താന്ന് തോന്നുന്നു ഞാൻ കംപ്ലൈന്റ് പറഞ്ഞു, അയ്യോ മിസ് ഇത് ഭയങ്കര കൂടുതലാണ്, എനിക്ക് ഓവർലോഡാണ്, ഇത്രയൊന്നും എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ മിസ് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്യുന്നില്ലേ, ഇതൊക്കെ വരുന്നതല്ലേ, അപ്പൊ നമുക്കിത് എങ്ങനെയെങ്കിലും സമയം കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ 1-2 ദിവസം പിന്നെ ഞാൻ മനസ്സിലാക്കി. എന്നോട് എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന്. ഹസ്ബൻഡ് പറഞ്ഞു 24 മണിക്കൂർ തന്നെയാണ് നിനക്കും ജോലി ഇല്ലാണ്ട് PSCക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരെ ലൈഫുമായിട്ട് നീ കമ്പയർ ചെയ്യരുതല്ലോ, നിന്റെ റെസ്പോൺസിബിലിറ്റീസ് നീ ചെയ്യണം, അതിന്റെ കൂടെ നീ ക്രാക്ക് ചെയ്യണം. നീ 20 മണിക്കൂർ പഠിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കല്ലേ. നിന്നെ പോലെ വീട്ടമ്മമാർ പഠിക്കുന്നില്ലേ, അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ സമയം മാക്സിമം നീ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ പിന്നെ ഞാനും അതിനോട് ഓട്ടോമാറ്റിക്കലി റെഡി ആയി വന്നു.
ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ഇവൻ സ്കൂളിൽ പോകുന്നു. ആ സമയത്ത് ജോലി ചെയ്യുന്നതിന്റെ കൂടെ ക്ലാസ് വെക്കുക എന്നുള്ളത് വന്നു. പിന്നെ അതേപോലെ രാവിലെ ഏർലി മോർണിംഗിൽ ഒരു ശ്രുതി എന്ന് പറഞ്ഞ മുന്നേ നമുക്ക് ഇൻവിറ്റസ് ഫാമിലിയിൽ ഉണ്ടായ ഒരു കുട്ടി എന്നെ പോലെ എൻ്റെ ഹസ്ബൻഡിന് രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതായതുകൊണ്ട് അതേപോലെ ആ കുട്ടി രാവിലെ എഴുന്നേറ്റിട്ടായിരുന്നു ഡെയിലി ടൈം ടേബിൾ വായിച്ച് കവർ ചെയ്യുന്നത്. നമ്മളെ കമ്പൈൻഡ് സ്റ്റഡി പ്ലാറ്റ്ഫോം. കമ്പൈൻഡ് സ്റ്റഡി പ്ലാറ്റ്ഫോം എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. കാരണം ടൈം നമ്മളെ ഏത് സമയം 24 അവർ ഓപ്പൺ ആണല്ലോ. ഏത് സമയം തുറന്നാലും ആരെങ്കിലും ആയിട്ട് വായിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കുട്ടി രാവിലെ ഇത് ഫിനിഷ് ചെയ്യായിരുന്നു. ഡെയിലി ടൈം ടേബിൾ ആ കുട്ടി ഒരു റൗണ്ട് വായിക്കും. അപ്പൊ എനിക്കുള്ള ബെനിഫിറ്റ്, ഞാൻ ഈ ഒരു 4 മണിക്ക് എണീച്ചാ ആ കുട്ടി വായിച്ചു തീരുമ്പോൾ ഒരു 6 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഒരു ഡെയിലി ടൈം ടേബിൾ ഒരു റൗണ്ട് വായിച്ചു തീരും. ഞാനത് കേൾക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പകല് വീണ്ടും എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയിൽ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ ഇത് വായിക്കുന്നുണ്ടാവും. റിപ്പീറ്റ് കേൾക്കും. അപ്പോൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ എനിക്ക് തന്നെ ഈ കമ്പൈൻഡ് സ്റ്റഡി ബാച്ച് ഉള്ളത് കൊണ്ട് റിപ്പീറ്റ് കേൾക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ പിന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാനിങ്ങനെ കുറെ നോട്ട്സ് എഴുതിയതുകൊണ്ട് എനിക്ക് കാര്യമില്ലല്ലോ. എക്സാമിന് എന്തായാലും നമുക്ക് ആ ഒരു പോയിന്റിലാണല്ലോ ആൻസർ കിട്ടുന്നത്. അപ്പൊ അതിന് ഇത് തന്നെ ധാരാളം. പിന്നെ എന്നാലും എനിക്ക് മനസ്സിൽ ഭയങ്കര സംശയമായിരുന്നു, ഇംബിറ്റസ് മതിയോ, ഇവിടുന്ന് തന്നെ കിട്ടുമോന്നില്ല. അപ്പോൾ ഞാൻ ഇംബിറ്റസിൽ മുൻപേ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയോടൊക്കെ അഭിപ്രായം ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഈ ഡെയിലി ടൈം ടേബിൾ ആദ്യം ഫോളോ ചെയ്യുക. ആ ഡെയിലി ടൈം ടേബിൾ തീരുമ്പോഴേക്കും പിന്നെ ഒരുപാട് റിവിഷൻ ഇംബിറ്റസിൽ വരും. ആ റിവിഷൻ കൊണ്ട് തന്നെ എക്സാം അത്യാവശ്യം നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാവും. നമ്മൾ ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ പിന്നെ ഈ ഡെയിലി ടൈം ടേബിളിൽ ഞാൻ എങ്ങനെയെങ്കിലും അന്നത്തെ ദിവസം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, ആ ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ചിട്ടയായി കൊണ്ടുവരാൻ തുടങ്ങി. അതൊരു ആവേശം. പിന്നെ അത് പിന്നെ നമുക്ക് ഇങ്ങനെ വരാൻ തുടങ്ങില്ല. പിന്നെ നമ്മൾ ഡെയിലി എക്സാം ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് നമ്മളെ പൊസിഷൻ നോക്കുന്നു. ഓരോ ദിവസം കഴിയുന്നതിന് നമുക്ക് മാർക്ക് കൂടുന്നു, നമ്മളെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും തീർക്കണം. അതൊരു സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് എടുത്തു. ഈ എക്സാം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം, എക്സാമിൽ പരമാവധി മാർക്ക് വാങ്ങുക, അത് തെറ്റാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഇത് വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും സമയം കണ്ടുപിടിക്കുമായിരുന്നു. പിന്നെയാണ് നമ്മൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് മാറുന്നത്. നമ്മുടെ മെന്റാലിറ്റി തന്നെ അങ്ങനെ വരും. അത് രാത്രി കുട്ടി ഉറങ്ങിക്കഴിഞ്ഞായാലും അങ്ങനെ ചെയ്യാന്നുള്ളതിൽ വന്നപ്പോൾ പിന്നെ ഇടയിൽ പിന്നെ ഇതുപോലെ നമ്മള് സ്വാഭാവികമായും നമുക്ക് കുറെ എന്താ പറയാ തടസ്സങ്ങൾ വരുമല്ലോ. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോ മാനസികമായും നമ്മള് തളരും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് ഇൻവിറ്റസ് ഫാമിലി എന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഞങ്ങളൊരു 7 പേര്, കാസർഗോഡുള്ള ഒരു ജ്യോതി, പിന്നെ കാസർഗോഡ് തന്നെയുള്ള ഒരു സൗമ്യേച്ചി, ഞാൻ, മലപ്പുറത്തുള്ള സ്വാതി, കോഴിക്കോട് നിന്ന് ശ്രീലക്ഷ്മി, കോട്ടയത്ത് നിന്ന് ഒരു സൗമ്യേച്ചി, പിന്നെ കാസർഗോഡ് തന്നെയുള്ള ഒരു സന്ധ്യ, പ്രവി സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങള് 8 പേര് ചേർന്നിട്ടൊരു വേറെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവിടെ ഇതേപോലെ ഞങ്ങൾ ഡെയിലി ടൈം ടേബിൾ വായിക്കുമായിരുന്നു. അത് ഒരാളല്ലെങ്കിൽ ഒരാൾ മാറി മാറി അവർ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇതുപോലെ പിന്നെ ഇതുപോലെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാലോ. ഞങ്ങളുടെ മാനസിക പ്രശ്നങ്ങളായാലും എല്ലാം ഷെയർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ആളായി. പിന്നെ എല്ലാവരുടെ ഇടയിലും നമുക്ക് ഇതുപോലെ ഇന്ന് ഡെയിലി എക്സാമിൽ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. പിന്നെ അതുപോലെ ഒരു ദിവസം ഒരാളൊന്ന് മടി പിടിച്ച് നിൽക്കുവാന്ന് പറയുമ്പോൾ ഇതിൽ മറ്റൊരാൾ കുത്തിപ്പൊക്കും. പറ്റൂല, വാ വന്ന് വായിക്ക്. ഇടയിലൊരു ബ്രേക്ക് എടുക്കും, എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് പറയും. ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റഡിക്ക് അപ്പുറം ഒരു കമ്പൈൻഡ് സ്റ്റഡി ആയല്ലേ? കമ്പൈൻഡ് സ്റ്റഡി എന്നല്ല, അതൊരു ഭയങ്കര വേരുറച്ചൊരു ബന്ധം അങ്ങനെ വേണം പറയാൻ. അതിൽ നിന്ന് ഒരു വേറെ തന്നെ ഫാമിലി. ഇംബിറ്റസ് നമുക്ക് ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഇംബിറ്റസിന്റെ ബാച്ചിലും അതേപോലെ തന്നെ നമുക്ക് കുറേ ഡെയിലി നമ്മൾ ചാറ്റിലും ലൈവ് ക്ലാസ്സിലും എല്ലാം എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാർ. ഒരു ഫാമിലി പോലെ നമ്മൾ തുടരുന്നതായതുകൊണ്ട് ഒരുപാട് ഫ്രണ്ട്സും, സുജിത്ത്, സ്വപ്ന ചേച്ചി, വിജിന, അങ്ങനെ കുമ്പിടി അതൊരു ക്ലാസ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് എന്റർടൈൻ ചെയ്തുകൊണ്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉള്ള കുറെ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ സ്വപ്ന ചേച്ചിയൊക്കെ രാവിലെ എഴുന്നേറ്റ് അതിലൊരു ഗുഡ് മോർണിംഗ് ഇടും. അപ്പൊ രാവിലെ നമുക്കൊരു ഫ്രഷ് ഫീൽ അല്ലേ. അന്നത്തെ ദിവസം നമ്മൾ മുഴുവൻ ഇത് പഠിച്ചു തീർക്കുന്നു. അത് നമുക്കൊരു ഒരു കുടുംബം തന്നെയായിരുന്നു. എല്ലാവരും അവരവരെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. എല്ലാ വിശേഷങ്ങളും നമുക്ക് അവിടെ പങ്കുവെക്കാം. അതിന്റെ കൂടെ പഠിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മെന്റൽ സപ്പോർട്ടിന് ആൾക്കാരുണ്ട്. പിന്നെ സാറ്, ടീച്ചേഴ്സ്, എല്ലാവരും എല്ലാ വിഷയങ്ങളും റെഗുലർ ടൈം ടേബിളിൽ നമ്മൾ കവർ ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ എടുത്തു പറയേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ 24 അവറുള്ള കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ്, ഇഴകേറിയുള്ള എക്സാംസ്, ഡെയിലി എക്സാംസ്, പിന്നെ ആ റാങ്ക് ലിസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഓരോ എക്സാമിന് പിന്നെ ഇത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടൈം ടേബിൾ, കറണ്ട് അഫെയറിന് എസ്പെഷ്യലി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒരു രീതി, ഇതെല്ലാം കൂടെ റെഡിയായി വന്നപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളെ
ഏതാണ്ട് LDC എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ മാസം 27 2024 ജൂലൈ മാസം 27 തിരുവനന്തപുരത്തിന്റെ ആയിരുന്നു ആദ്യം തുടങ്ങുന്നത്. അതിന് ഏകദേശം ഒരു മെയ് മാസം തൊട്ട് നമ്മൾ റിവിഷൻ മാത്രമായി. പിന്നെ അങ്ങോട്ടൊരു 3-4 മാസം നമ്മൾ റിപ്പീറ്റ് റിവിഷൻ ആയിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കലായിരുന്നു. പഠിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആവർത്തിച്ച് ഒരേ വിഷയത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അത് ഒരു ബുക്ക് എന്താ പറയണ്ടേ, സിവിൽ സർവീസിനൊക്കെ 20 ബുക്കുകൾ എക്കണോമിക്സിനോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ പഠിച്ചു പോകുന്നവരല്ല ക്വാളിഫൈ ചെയ്യുന്നത്. ലക്ഷ്മികാന്ത് 20 പ്രാവശ്യം റിപ്പീറ്റ് വായിച്ചവരാണ് ക്വാളിഫൈ ചെയ്യുന്നത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ റിവിഷന്റെ ഇമ്പോർട്ടൻസ് അവിടെ നിന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ റിവിഷൻ ചെയ്ത് അപ്പോൾ ഫസ്റ്റ് മിസ്സായ പോർഷൻസ് ഒക്കെ ഈ റിവിഷൻസ് കവർ ചെയ്യാൻ പറ്റും. കവർ ചെയ്ത് വന്നു. അങ്ങനെ വന്ന് അവസാനം പിന്നെ ഒരു ലാസ്റ്റ് ഏതാണ്ട് തിരുവനന്തപുരത്തിന്റെ എക്സാം ആകുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്തു ഞാനൊക്കെ. പിന്നെ ഈ കമ്പൈൻഡ് സ്റ്റഡിന്ന് വിഡ്രോ ചെയ്തു. ബാച്ചിൽ നിന്ന് ഞാൻ കുറച്ച് ബാക്ക് അടിച്ചു. കാരണം പേഴ്സണലി ബാക്കിൽ നിൽക്കുന്ന വിഷയങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. IT അങ്ങനെയുള്ള ചെറിയ മാർക്ക് ആണെങ്കിലും എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെത്താൻ പഠിച്ചു തുടങ്ങി. പിന്നെ ഒരു കോൺഫിഡൻസ് വന്നല്ലോ, നമുക്കിത് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ LSD പ്രിലിമിനറി ഒക്കെ നടന്നപ്പോൾ നന്നായി സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ ഏതായിരുന്നു ഖാദി ബോർഡ്, LDC അതൊക്കെ അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റിയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. നമുക്കിത് അത്യാവശ്യം നമ്മളെ ഒരു നിലവാരം ഉയരുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ തിരുവനന്തപുരത്തിന്റെ എക്സാം കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോൾ തിരുവനന്തപുരത്തിന് കട്ട് ഓഫ് വന്നതിനേക്കാൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സെൽഫ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് കണ്ണൂരിന്റെ LDC വരുന്നത്. കണ്ണൂരിന്റെ LDCക്ക് പിന്നെ നാട്ടിൽ വന്നു. ആ സമയത്തൊക്കെ ഇവിടെ ഈ വയനാട് ചുരൽമല ദുരന്തമൊക്കെ നടന്ന ആ സമയത്തായിരുന്നു. അപ്പൊ നമ്മൾ മാനസികമായി ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേഷനിലേക്ക് വരാൻ തുടങ്ങി. എക്സാമിന്റെ സമയം എക്സാമിനോട് അടുക്കുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവാൻ തുടങ്ങി. പക്ഷെ നമുക്ക് എന്തുണ്ട്, നമുക്ക് വീക്കില് മെന്റർഷിപ്പ് ഉണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ട്, പിന്നെ സ്പോർട്സ് ഒക്കെ ആയിരുന്നു ഞാൻ വീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്പോർട്സിനൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്പോർട്സിന് ഇത്രയും ആരാധിക്കുന്ന ഒരു ടീച്ചേഴ്സ് നമുക്ക് അത്രയും ഒരു മത്സരം കാണുന്ന പോലെ, അല്ലെങ്കിൽ വലിയ എന്താ പറയാ, ചില മത്സരങ്ങളൊക്കെ രാത്രി നടന്ന് അതിന് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ ചാനലിൽ ഒരു റിസൾട്ട് അതൊരു പോസ്റ്റർ ആയിട്ടോ വരുമ്പോൾ അപ്പൊ നമ്മൾ ഒരു ലൈവ് മത്സരം കാണുന്നത്, അതിന്റെ ആ ഒരു കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്പോർട്സ് ഒന്നും കാണാണ്ട് നമ്മളൊരു മുരടിച്ച അവസ്ഥയിലായിരുന്നു. വീണ്ടും ഒരു ക്രിക്കറ്റ് കാണുക, ആ മത്സരം കണ്ടതിൽ നമ്മൾ റിസൾട്ട് അറിയുന്നു. ആ ഒരു ബാല്യകാലത്തിലേക്ക് അല്ലെങ്കിൽ കോളേജ് കാലത്തേക്ക് തിരിച്ചു പോയൊരവസ്ഥയായിരുന്നു. ആ പഠനം അതിന്റെ കൂടെ തന്നെ എൻജോയ്മെന്റും കൂടെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ ഒരു ബാധ്യതയല്ലാണ്ട് കാണുന്നത്. പഠിക്കുക എന്നുള്ളത് എനിക്കൊരു ബാധ്യതയായി തോന്നിയില്ല. അപ്പൊ സ്പോർട്സിന്റെ ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകൾ കിട്ടി. പിന്നെ നമുക്കിത് തന്നെ എന്താണോ എക്സാമിന് വരുന്നത് അത് അനലൈസ് ചെയ്ത് അതിന് തുടർന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ ഡെയിലി ടൈം ടേബിൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു എക്സാമിന് ഇന്നത് വന്നു, അടുത്ത എക്സാമിലേക്ക് പോകുമ്പോഴേക്ക് നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എക്സാം ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യല്ലോ. അങ്ങനെ LDC എഴുതി വരുമ്പോഴത്തേക്കന്നെ അത്യാവശ്യം നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കണ്ണൂരിൻ്റെതൊക്കെ മാത്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് വന്നവർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന റാങ്ക് മേക്കിംഗ് മാത്സിലായിരുന്നു. അപ്പോൾ മാത്സ് നന്നായി മുഴുവനും ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം, ഞങ്ങളെ ആ ബാച്ചില് ഡിങ്കൻ SCRT മാത്സ് ക്ലാസ് ലൈവായിട്ട് ഡെയിലി ചെയ്യായിരുന്നു. അതുപോലെ ഡിങ്കന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് വേണ്ടി പക്ഷെ ഡെയിലി നമുക്ക് ക്ലാസ് തരും. കമ്പൈൻഡ് സ്റ്റഡിയിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു SCRT മാത്സ് എടുത്തു പോയൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ വളരെ ഉപകാരമായിരുന്നു. SCRT മാത്സ് ഒക്കെ മുഴുവൻ ചെയ്തു. അപ്പോൾ അതുതന്നെ ആകുമ്പോഴത്തേക്ക് എക്സാം ഹാളിൽ നിന്ന് ചിലപ്പോൾ ഒരു ചിരി നമുക്ക് വന്നു മാത്സ് കാണുമ്പോഴേക്കന്നെ. കാരണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം ക്വസ്റ്റ്യന്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടും മാത്സ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവർക്ക് ചെയ്യാനും പറ്റൂല. അപ്പോൾ റാങ്ക് മേക്കിംഗ് അവിടെ തന്നെ ആയിരുന്നു എന്ന് ഷുവർ ആയപ്പോൾ എക്സാം കഴിയുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. തിരിച്ചു വന്നു, നമ്മൾ അനലൈസ് ചെയ്തു. പിന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ തരുമല്ലോ, നിങ്ങൾ എത്ര ചെയ്തു, എന്ത് കിട്ടി എന്നെല്ലാം അറിഞ്ഞപ്പോൾ സാറിനോടെല്ലാം സംസാരിച്ചു കഴിയുമ്പോൾ അന്ന് തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ആണ്, റാങ്കിൽ ഉണ്ടാവും, നല്ലൊരു റാങ്കിൽ ഉണ്ടാവും.
പേടിക്കാനില്ല എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് 1 വർഷത്തോളം എന്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ഇൻവിറ്റേഴ്സിൽ കൂടെയായിരുന്നു. അതായത് 2x സ്പീഡിൽ അനുഷ മിസ്സിന്റെ സൗണ്ട് കേൾക്കുന്നു, 2x സ്പീഡിൽ സാറിന്റെ സൗണ്ട് കേൾക്കുന്നു. എന്ത് ജോലി ചെയ്യുന്നതിന്റെ കൂടെയും നമ്മൾ ഇൻവിറ്റേഴ്സ് ചെവിയിലുണ്ട്. ഇത് ഹെഡ്സെറ്റ് വെച്ച് ഇതിന്റെ കൂടെ കേൾക്കുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് പൂനെയിൽ ഹസ്ബൻഡിന്റെ അടുത്ത് താമസ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്കൊരു ശൂന്യത പോലെ. കാരണം പെട്ടെന്ന് ഒരു എക്സാം വരാനില്ലാത്തത് കൊണ്ട് ഒരു എക്സാം വരാനില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ എനിക്ക് സൈലന്റ് ആയ പോലെ തോന്നുന്നു. അവരെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നെങ്കിൽ എനിക്ക് അവരെന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഈ സമയത്ത് ഞാൻ ഈ ക്ലാസ് കേട്ടോണ്ടിരുന്നല്ലേ എന്നുള്ള അത്രയും ഒരു അടുപ്പം, ആഴത്തിലുള്ള ഒരു ബന്ധം ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സമയത്ത് എങ്ങനെയാ ഇംപീറ്റസിൽ വരുന്നേ? ഫസ്റ്റ് ഇംപീറ്റസിൽ വരുന്നത് ഞാൻ 2021 LDCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. നാട്ടില് കണ്ണൂർ തന്നെയുള്ള ഒരു ഓൺലൈൻ കോച്ചിങ്ങിലായിരുന്നു ചെയ്തത്. നല്ലൊരു അടിത്തറ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. നല്ല ക്ലാസ്സുകളായിരുന്നു. കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷെ എനിക്ക് മോൻ ചെറുതായതുകൊണ്ട് ഇതുപോലെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി പിറകിലായി പോയി. പിന്നെ രണ്ടാമത് വീണ്ടും LDC VFA എക്സാം ഒക്കെ വരുമ്പോൾ എക്സാം വരുമ്പോൾ ആക്ച്വലി ഞാൻ ഹോട്ടോപിക്സിൽ എത്തിയിരുന്നുണ്ടായില്ല. ഹോട്ടോപിക്സിന്റെ VFA ബാച്ച് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞ ശേഷമാണ് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഹോട്ടോപിക്സ് എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ VFAയും ഫെയിലായി പോയി. ഫെയിലായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെയാണ് അറിഞ്ഞത് ഇതിലൊരു ബാച്ച് ഉണ്ട്, യൂണിവേഴ്സിറ്റിനൊക്കെ ബാച്ച് ഉണ്ട്. അങ്ങനെ വന്നു. അങ്ങനെയാണ് ജോയിൻ ചെയ്ത് പിന്നെ പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഹോട്ടോപിക്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോ ഇവിടം വരെ എത്തി. ഓക്കെ. അപ്പം എപ്പോഴെങ്കിലും ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പം ഒന്ന് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് ഇംപീറ്റസിൽ വന്നിട്ടാണ്. വന്ന ശേഷം അപ്പം അത് ആ ഒരു ഇടവേളയിൽ എപ്പോഴെങ്കിലും ഇതെന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ട, നിർത്താമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ കുറെ എക്സാം എഴുതി ഫെയിൽ ആവുമ്പോൾ എല്ലാവരും സ്വാഭാവികമായി നമുക്ക് തോന്നില്ല ഇത് കിട്ടൂലേ ഇനി ഈവൻ ഞാൻ ഈ LDCന്റെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് പോലും നമ്മുടെ എക്സാം എഴുതിയവരും എല്ലാവരും അഭിപ്രായവും ഒക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ മനസ്സ് നമുക്ക് മടുത്തു പോവല്ലോ, അയ്യോ ഇത് കിട്ടൂലേ എന്നെല്ലാം ഒരു ഇത് വരും. പക്ഷെ അവിടെയും നല്ലൊരു മോട്ടിവേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എപ്പോഴും. അതായത് ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഇൻവിറ്റസിൽ കിട്ടുമായിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഡെയിലി പഠിച്ചു വരുക എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. നമുക്ക് തടസ്സങ്ങൾ ഇഷ്ടം പോലെ വരാനുണ്ടാവും. കുട്ടികളെ കാര്യം ശ്രദ്ധിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാത്തിനും ഒരു നമ്മൾ സമയം മാറ്റി വെച്ച് കിട്ടുന്ന ചെറിയ സമയമാണ് എനിക്കും എല്ലാ വീട്ടമ്മമാരെ പോലെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു സമയം ഒരു 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റ് നമ്മൾ പഠിച്ചു, ആ പഠിച്ചത് ട്രയൽ നോക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. റിപ്പീറ്റ് കേൾക്കാനുള്ള അവസരം നമുക്ക് ഫാമിലി കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അത് മതിയായിരുന്നു നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ. ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നിട്ട് ഇംപീറ്റസിനെ ഡിഫറെന്റ് ആക്കുന്നത് എന്താന്ന് തോന്നിയിട്ടുണ്ടോ? ഡെയിലി എക്സാം, പിന്നെ പ്രധാനമായിട്ട് നമ്മളെ ഡെയിലി എക്സാം, ആ എക്സാമുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരുവിധം സ്വതവേ എല്ലാവരും പറയുന്നത് പോർഷൻസ് കവർ ചെയ്യുന്നതെന്ന് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് മുന്നിൽ ആൾക്കാരൊന്ന് പേടിച്ചു പോയിരുന്നു. അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്ത് പോയവർ പോലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കണ്ടതോടുകൂടെ മനസ്സ് പതറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. കാരണം നമ്മളിവിടെ അതിനേക്കാൾ ഭീകരമായ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കണ്ടാ പേടിയാവില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ 24 hour കമ്പൈൻഡ് സ്റ്റഡി, പിന്നെ CA, നമ്മളെ CA ബാച്ച്, CAക്ക് വേണ്ടി ഇത്ര വിപുലമായിട്ടുള്ള ഒരു ബാച്ച്. കറണ്ട് അഫെയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാക്കി മറ്റു വിഷയങ്ങൾ നമ്മൾ സ്ഥിരമായി വരുന്ന ആ ഒരു പാറ്റേണിലുള്ളത് കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. CA എവിടുന്ന് ചോദിക്കാം. അപ്പോൾ എവിടുന്നും ചോദിക്കാവുന്നത് ചോദിച്ചാൽ കിട്ടാൻ വേണ്ടി നമുക്ക് മന്ത്ലി ടൈം ടേബിൾ ഉണ്ട്. ടോപ്പിക്കുകളായിട്ടുള്ള കറണ്ട് അഫെയർ നമുക്ക് സ്പെഷ്യലി വേറെ തന്നെ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷൻസ് വേറെ തന്നെ കിട്ടുന്നുണ്ട്. അതാണ് ഇംപീറ്റസിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും മുന്നിൽ നിർത്തുന്നത്. പിന്നെ എന്തുകൊണ്ടും എക്കണോമിക്കലി ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ഒരുപാട് വലിയൊരു ഫീ കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരുപാട് നല്ല റാങ്കുകൾ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ. ഇത്രയും ഗുണമേന്മയുള്ള ഇത്രയും വാല്യൂ ഉള്ള ക്ലാസ്സുകളും എന്താ പറയാ നോട്ട്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ആണ്. അത് ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഫാമിലിന്നുള്ള സപ്പോർട്ട് എല്ലാം? ഫാമിലിന്ന് എന്റെ ഫാമിലിയിൽ അമ്മ, എന്റെ ചേച്ചി, അനിയത്തി അവരെല്ലാം സർവീസിലായതുകൊണ്ട് തന്നെ
ചെറുത് മുതലേ എനിക്ക് പഠിക്കുക, ജോലി നേടുക എന്നുള്ള ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടിലായാലും അവരും കുറെ പേര് ജോലിയിലുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും സമയം കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റെല്ലാരും പറയുന്ന പോലെ ഒരു കുറെ ആയില്ലേ, എന്താ കിട്ടാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് 2 ഫാമിലിന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. ചുറ്റുപാടുന്ന് വളരെ കുറച്ച് ആൾക്കാർ, അതും അങ്ങനെ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യത്തക്ക എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഒന്നോ രണ്ടോ ആൾക്കാർ അയ്യോ കുറെ നാളായില്ലേ, അതും എന്റെ നന്മ വിചാരിച്ച് പറഞ്ഞവര് മാത്രമേ ഉള്ളൂ. അയ്യോ കുറെ നാളായില്ലേ, ഒന്നും ആയിട്ടില്ലേ എന്ന് എന്നെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലിന്റെ സപ്പോർട്ട് നന്നായിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്ര എക്സാം വേണമെങ്കിലും എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പറയും സാരമില്ല, ഏതായാലും ഇതിനു വേണ്ടി ഇറങ്ങിയില്ലേ, അപ്പൊ വാങ്ങിച്ചിട്ട് വരൂ എന്നുള്ള നിലപാടായിരുന്നു എല്ലാവർക്കും. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അജാസ് സാറിന്റെ ഒരു പിന്തുണ. അത് നമുക്ക് അത്രയും വാക്കുകളിലൊന്നും ഒതുങ്ങാത്തൊരു സപ്പോർട്ടാണ് ത്രൂ ഔട്ട്. എന്താ പറയാ, അത്രയും മോട്ടിവേഷൻ നമുക്ക് വേറെ എവിടുന്ന് കിട്ടാനുണ്ടാവില്ല. പിന്നെ അതുപോലെ നമുക്ക് ഈ ജോലി മറ്റും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവും എല്ലാം സാറിൻ്റെ അടുത്താണ് കിട്ടുന്നത്. നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ ഒരു ജോലി നേടുക എന്നുള്ളത് നമ്മളെ ഒരു ആവശ്യമാണെന്ന് എല്ലാ സമയത്തും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ എന്നെല്ലാം സംബന്ധിച്ച് ഞാൻ പിറകെ പോയിക്കൊണ്ടിരുന്ന സ്പോർട്സിലൊക്കെ വളരെ മികച്ച ക്ലാസ്സുകൾ. പിന്നെ സ്റ്റുഡൻസിന് ഏറ്റവും നന്നായിട്ട് എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് അതും വലിയൊരു കാര്യമാണല്ലോ. അത്രയും നല്ല ടീച്ചേഴ്സിനെയാണ് നമുക്ക് ഇപ്പൊ ഡിഗ്രി ബാച്ചിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന. ക്ലാസ്സുകൾക്കെല്ലാം അത്രയും മൂല്യമുണ്ട്. ഇപ്പം നമുക്ക് പുറത്ത് ഒരുപാട് പേരുണ്ടാവും ഏത് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ PSC എങ്ങനെ പഠിച്ചാലാ ഇത് കിട്ടുന്നതെന്നൊക്കെ അറിയാത്തവര്, അവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, PSCയിൽ നല്ലൊരു റാങ്ക് സ്കോർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് ലഭിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇൻവിറ്റസ് ഫാമിലി വളരെയേറെ നിങ്ങളെ സഹായിക്കും. ആ പ്ലാറ്റ്ഫോമിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ ലൈഫിലായാലും എൻ്റെ കൂടെ പഠിച്ച പലരുടെ ലൈഫിലായാലും നമുക്ക് അത്ര നല്ലൊരു അടിത്തറ ഇവിടുന്ന് കിട്ടും. തീർച്ചയായും ഇൻവിറ്റസിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ച ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സസോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസോ വേണമെന്നൊരു നിർബന്ധമില്ല എന്നാണ് ശ്യാമിലി പറയുന്നത്, അല്ലേ? തീർച്ചയായും ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് മാത്രം നല്ല മികച്ചൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് സാധിക്കും. അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇൻവിറ്റസ്. തീർച്ചയായും. മാത്രമല്ല, ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്യാമിലിക്ക് നമ്മളുടെ ഇംപീറ്റസ് ഫാമിലിയുടെ വക എല്ലാവിധ ആശംസകളും നമ്മൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.